നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 നടക്കും. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. ഈ അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ. ലഹരിക്കെതിരെ സ്നേഹജ്വാല തീർത്ത് കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുമ്പും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു. ഇന്നുച്ചയ്ക്ക് 12:15 തീപിടുത്തം ഉണ്ടായത്. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 നടക്കും. മഗ്രിബ് നമസ്കാരാനന്തരം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയകാവ് മഹൽ ചീഫ് ഇമാം അനസ് അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തും. അൽനൂർ സെൻട്രൽ പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. അൽനൂർ മസ്ജിദ് ഇമാം PPM ആസിഫ് ഫൈസി തിരൂർ, പുതിയകാവ് മഹൽ പ്രസിഡന്റ് VH സെയ്ദ് മുഹമ്മദ് ഹാജി, MH സിദ്ദിഖ്, NK നാസർ തുടങ്ങിയവർ പങ്കെടുക്കും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഓണാമ്പള്ളി മുഹമ്മദ് ഫൈസി നേതൃത്വം നൽകും. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. ഈ അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചാണ് വിസ്മയ കാഴ്ചയ്ക്ക് വേദിയായത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കടലാമ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടലിലേക്ക് ഇറങ്ങിയത്. 1.5 മാസം മുമ്പാണ് കടലാമകൾ കടൽ ഭിത്തിക്കരികെ മുട്ടകളിടുന്നുണ്ടെന്ന് ബീച്ചിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരിക്കൽ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തനിയെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇവർ കണ്ടിരുന്നു. എന്നാൽ മുട്ടകൾ കടലിൽ ഒളിച്ചു പോവുകയോ തെരുവുനായ്ക്കൾ മാന്തിയെടുത്ത് നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരയിൽ പ്രത്യേകം കുഴികൾ ഉണ്ടാക്കി ഇവ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുഴിച്ചിട്ട മുട്ടകൾക്ക് ചുറ്റും സംരക്ഷണ വേലിയൊരുക്കി രാവും പകലും മത്സ്യത്തൊഴിലാളികൾ കാവലിരിക്കുകയും ചെയ്തു. 200-ലധികം മുട്ടകളാണ് ഇങ്ങനെ സംരക്ഷിച്ചത്. ഇതിൽ 100ഓളം മുട്ടകളാണ് വിരിഞ്ഞത്. ഇത്രയും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധനത്തിന് വന്നതായിരുന്നു രാവിലെ തന്നെ. അപ്പോഴാണ് ആമ മുട്ടയിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് 49 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 17 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. അതിന് ശേഷം ഇട്ടതാണ് ഈ 88 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. ഞങ്ങൾ ഇത്ര നാൾ സംരക്ഷിച്ച് നല്ല കഠിനാധാരം തന്നെ ഉണ്ട്. ഞങ്ങളെ കൂട്ടായ്മ എല്ലാവരും ഉണ്ട്. ഇത്ര ദിവസം നല്ലോണം കഷ്ടപ്പെട്ട് സംരക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞ് 88 കുഞ്ഞിനെ വിരിഞ്ഞ് കിട്ടിയത്. ഇനി നമ്മൾക്ക് 100ഓളം കുഞ്ഞ് വിരിഞ്ഞ് കിട്ടും. സംരക്ഷിക്കണത് ആറാട്ടടവ് ബീച്ച്, പെരിഞ്ഞാൻ ആറാട്ടടവ് ബീച്ചിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഈ 52, 54, 56 ദിവസത്തിനുള്ളിൽ എന്തായാലും എല്ലാ കുഞ്ഞും വിരിഞ്ഞ് ഞങ്ങൾ കടലിലേക്ക് എന്തായാലും ഞങ്ങൾ വിടും. ഇവരെന്നെ വിളിച്ചുകൂടെ ഇങ്ങനെ കടലാമ മുട്ടയിട്ടിട്ടുണ്ട് എന്ന് പറയണത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ തന്നെയാണ് ശ്രമിച്ചത്. നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് വരണമെന്നും പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ തീരദേശത്ത് ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ നമ്മളെ തലമുറ മുന്നോട്ട് വരുമെന്ന് ആശിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ സ്നേഹജ്വാല തീർത്ത് കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ.
കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മയക്കുമരുന്ന് മരണമാണ് മയക്കം വിട്ടുണരാം നാടിനായി എന്ന മുദ്രാവാക്യവുമായി പാസ്റ്ററൽ സെന്ററിൽ നിന്ന് മാർച്ച് ആരംഭിച്ച് കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് സ്നേഹജ്വാല കത്തിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി. തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കക്കാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂരിന് സ്നേഹജ്വാല പകർന്നു നൽകി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴുകയിൽ, വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി, ട്രീസ ലി സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജോയ്സ് മേരി ആന്റണി, ഗ്ലോബൽ കോർഡിനേറ്റർ ആന്റോ തുറയിൽ, തൃശൂർ അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആനു ചാലി, ജനറൽ സെക്രട്ടറി കെ.സി. ഡേവിസ്, ട്രഷറർ റോണി അഗസ്റ്റിൻ, ഇരിഞ്ഞാലക്കുട രൂപത കോർഡിനേറ്റർ സിജോ ബോബി, പാലക്കാട് രൂപത കോർഡിനേറ്റർ എം.ബി. വടക്കേക്കര എന്നിവർ പ്രസംഗിച്ചു. സിൻഡോ ആന്റണി, വിജോ കിഴക്കൂടൻ, വില്യംസ് വടക്കാഞ്ചേരി, സെബാസ്റ്റ്യൻ പറവട്ടാരി, മാത്യു സരുമപ്പെട്ടി, അനൂപ് പുന്നപ്പുഴ, കരോളിൻ ജോഷി, ജാൻസി ഷാജു എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ പുതുക്കി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലെ ജെ റോഡ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച 18-ാം വാർഡിലെ ജെ റോഡ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വി ആർ അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിൽ 18-ാം വാർഡ് മെമ്പർ കെ പ്രഹർഷൻ, കെ.ആർ. മുരളി, പ്രേംസിരി, സുനിൽ മുത്തേരി, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപ് മൂതിരപ്പറമ്പിൽ, ഹരിതകർമ്മസേന പ്രവർത്തകർ, റോഡ് ഉപയോക്താക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ്1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 നടക്കും. ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ ഇനി തിരികെ കടലിലേക്ക്. ഈ അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ. ലഹരിക്കെതിരെ സ്നേഹജ്വാല തീർത്ത് കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.